രണ്ട് സ്വാമിജിമാരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണേ. അന്നേരം ഇതുപോലെ ഒരു റിവർ ബാങ്കിലെത്തി അവർക്ക് അത് കടന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ നോക്കുമ്പോൾ മുട്ടറ്റം വെള്ളമുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഇങ്ങനെ റിവർ ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു സ്ത്രീ മാത്രം അവിടെ നിന്ന് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത്. കാരണം അവർക്ക് ഡ്രസ്സ് നനഞ്ഞു പോകും എന്നുള്ള ഇതിൽ അവരങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ അതേലെ ഒരു സ്വാമിജി എന്ത് ചെയ്തു, അവരെ എടുത്ത് തോളയിൽ വെച്ച് അവരപ്പുറത്ത് കടത്തി വിട്ടിട്ട് അവർ ഇങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ കൂടെ വന്ന സ്വാമിജി ഈ സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി നമ്മളങ്ങനെ സ്ത്രീകളെ തൊടുന്നത് കറക്റ്റ് അല്ലല്ലോ, നമ്മുടെ ഇതിൽ പറയുന്നത് നമ്മൾ തൊടരുതെന്നല്ല പറയുന്നത്. അപ്പം സ്വാമിജി പറഞ്ഞു, അത് ഞാൻ അന്നേരെ വിട്ടു, നീ ഇപ്പോഴും അത് ക്യാരി ചെയ്തുകൊണ്ട് നടക്കുകയാണ് അല്ലേ. അപ്പം കാര്യം എന്ന് പറയുന്നത് നമ്മൾ പലരും ചെയ്യുന്ന പല കാര്യങ്ങളും ഇതന്നെയാണ്. നമ്മൾ പണ്ടെപ്പോഴോ ചെയ്തു പോയ കാര്യങ്ങളിൽ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത കാര്യങ്ങളാണേലും ഇതിങ്ങനെ ഇപ്പോഴും നമ്മളിങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുകയാണ് അല്ലേ. ഇങ്ങനെ പലരും അയ്യോ എന്നെ അവരങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞു വർഷങ്ങളായി. ഇല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അതും ഇതുപോലെ നമ്മൾ ക്യാരി ചെയ്ത് നടക്കണം. അപ്പം ഇങ്ങനെ ക്യാരി ചെയ്ത് നടക്കുന്നതുകൊണ്ടുള്ളത് നെഗറ്റീവ് എനർജിയാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ക്യാരി ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ ആരും ഇല്ലാതെ ജീവിക്കുകയും ഇതുപോലെ ഇങ്ങനെ പ്രത്യേകിച്ചെന്ന് വെച്ചാൽ ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല. അപ്പോൾ പഴയ കാര്യങ്ങൾ ആലോചിക്കുക, ഈ പഴയ കാര്യങ്ങൾ, നടന്ന കാര്യങ്ങൾ, ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എനർജി ക്യാരി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബോഡിയിൽ നമുക്ക് അസുഖങ്ങളും ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജീസ് എപ്പോഴും നമ്മൾ ആലോചിക്കാതെ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുക. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പഴയ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഓരോരോ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ നെഗറ്റീവ് എനർജി ഇതുപോലെ നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ, നമ്മളോട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും ആലോചിച്ച് വേണ്ടാതെ സമയം കളയുന്നു. നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ വേറെ ഒന്നും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല, നമ്മൾ വിഷാദ രോഗികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ ഉള്ളിൽ എപ്പോൾ വരുന്നു അന്നേരം അതിൽ നിന്ന് ഡൈവേർട്ട് ആകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു ചെറിയ പണി ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുക, അല്ലെങ്കിൽ കുക്കിങ്ങിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാനില്ലെങ്കിൽ പോലും നാളത്തേക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുക. അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ നമുക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കും. നമ്മൾ എപ്പോൾ ഈ നെഗറ്റീവ് നമ്മൾ എനർജി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റുന്നു, അത് കാരണം നമ്മുടെ ശരീരമാണ് നമുക്ക് നാശത്തിലേക്ക്, കാരണം നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരും. ഈ പറയുന്ന ടെൻഷൻ കാരണം നമുക്ക് പല അസുഖങ്ങളാണ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്. അപ്പോൾ അത് കാരണം ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഒന്നുകിൽ നമ്മൾ ഈ പഴയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ വർഷങ്ങളായ കാര്യങ്ങളൊക്കെയാണ് എടുത്ത് നമ്മൾ ഈ തലയിൽ വെച്ച് ഇങ്ങനെ ആലോചിച്ച് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുകിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർക്കുക, അല്ലാത്ത പക്ഷം പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനുമായിട്ട് യാതൊന്നും ചിന്തിക്കാതെ ഡൈവേർഷനിലേക്ക് പോവുക, പുതിയ കാര്യങ്ങൾ ചിന്തിക്കുക. ഇഷ്ടം പോലെ നമുക്ക് പണികളുണ്ട്, വീട്ടിൽ തന്നെ ആണെങ്കിലും പുറത്താണെങ്കിലും എന്തെല്ലാം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പോലും നമുക്ക് പണി ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റിയത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എഴുത്തറിയാവുന്നവർക്ക് എഴുതാം, കഥകളൊക്കെ എഴുതാം, സ്റ്റോറീസൊക്കെ എഴുതുന്നവരുണ്ട്, സംഗീതം പാട്ടുകളൊക്കെ എഴുതുന്നവരുണ്ട്. ഇങ്ങനെ നമുക്കുള്ള ടാലൻറ്റിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറുകയും ചെയ്യും, നമ്മുടെ ഹെൽത്ത് സൂക്ഷിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതുപോലെ നെഗറ്റീവ് കഥകൾ പറഞ്ഞു തരുന്ന ആൾക്കാരിൽ നിന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെ നമ്മൾ നകത്തി നിർത്തുകയാണെങ്കിൽ നമുക്ക് കൂടുതലും ഹാപ്പി ആയിട്ട് മുമ്പോട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.